നമസ്കാരം. നമുക്ക് കുറച്ച് ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. শুভেন্দু অধিকারী নির্বাচনে বিজয় হওয়ার পর মুসলমানদেরকে জয় শ্রীরাম বলতে বাধ্য করছে। মোদিকে ক্ষমতা থেকে নামিয়ে আমরা ভারতে ইসলামী পতাকা উত্তোলন করব ইনশাআল্লাহ। শুভেন্দু এবং নরেন্দ্র মোদি অতি দ্রুত এই আগ্রাসন বন্ধ করুন, না হলে বাংলাদেশের জনগণ সে গাজওয়াতুল হিন্দ দিবে, ভারতকে স্বাধীন করে টুকরো টুকরো করে দেবে। മമത അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞതോടുകൂടി ബംഗ്ലാദേശിലെ ഭീകരവാദികൾക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അവർ മമതയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു, വലിയ പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുന്നു. ഒരു നിവർത്തിയുമില്ല. എങ്ങനെയെങ്കിലും മമതയെ അധികാരത്തിൽ കൊണ്ടുവന്നേ പറ്റൂ. കാരണം ബംഗ്ലാദേശിൽ നിന്ന് ഇനി പശ്ചിമ ബംഗാളിലേക്ക് നുഴഞ്ഞു കയറാൻ മമതയല്ലാതെ മറ്റാരാണ് ഈ ഭീകരവാദികളെ സംരക്ഷിക്കാൻ? മമത ഇട്ടെറിഞ്ഞു പോയിട്ടുള്ള ഈ ഭീകരവാദത്തിൻ്റെ ചില സന്ദേശങ്ങളും ചില കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ അടിമുടി നീക്കം ചെയ്യുന്ന ഒരു പരിതസ്ഥിതിയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലുള്ളത്. മമത അവിടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് പാത്തുവച്ചിരുന്ന പോലീസ് സംവിധാനത്തെ അടിമുടി പുതുക്കി പണിഞ്ഞിരിക്കുകയാണ് സുവേന്ദു അധികാരി സർക്കാർ. രാജ്യത്തോട് കൂറില്ലാത്ത ആ പോലീസ് സംവിധാനത്തെ ഉടച്ചു വാർത്തു. അവിടെ RG കൗർ ആശുപത്രിയിലെ ഡോക്ടറിൻ്റെ പീഡനത്തിന് സഹായകരമായി, അല്ലെങ്കിൽ പീഡിപ്പിച്ച വ്യക്തികൾക്ക് സഹായകരമായി നിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൊടുത്തു. അതോടൊപ്പം തന്നെ OBC സംവിധാനത്തിന് കീഴിൽ അനധികൃതമായിട്ട് പല മുസ്ലിം വിഭാഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മമതയുടെ തീരുമാനമുണ്ടായിരുന്നു. അത് പുനഃപരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. 75-ലധികം അത്തരത്തിലുള്ള ഇസ്ലാം ജാതികളെ ഈ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഭീകരവാദത്തിൻ്റെ ഏതൊക്കെ അടയാള ചിഹ്നങ്ങൾ ഇപ്പോൾ പശ്ചിമ ബംഗാളിലുണ്ടോ അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇല്ലീഗലായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള മദ്രസകളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിരോധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള മദ്രസകളെല്ലാം തന്നെ നീക്കം ചെയ്ത് പലവിധ സ്ഥാപനങ്ങളാക്കി മാറ്റുവാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പശ്ചിമ ബംഗാളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു ശക്തികൾക്കും ഇനി പശ്ചിമ ബംഗാൾ നിലനിൽക്കാനാകില്ല. വഴിയോരങ്ങളിൽ നമാസ് നടത്തുവാൻ പാടില്ല. അതോടൊപ്പം തന്നെ സിറ്റികളിലും മറ്റ് പ്രദേശങ്ങളിലും ഏതുവരെ എത്ര ഡെസിബൽ ശബ്ദമാണോ അനുവദിച്ചിട്ടുള്ളത് അത്രയും ഡെസിബൽ ശബ്ദത്തിൽ മാത്രമേ തക്ബീർ ധ്വനികൾ മുഴക്കുവാൻ പറ്റുകയുള്ളൂ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളികൾ ഉയർത്തുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇനി ഭീകരവാദികളെയാണെങ്കിൽ കൂട്ടത്തോടെ പിടിച്ച് അകത്തിടുന്ന രംഗങ്ങളും നമുക്ക് വളരെ സജീവമായിട്ട് തന്നെ പശ്ചിമ ബംഗാളിൽ കാണാം. ഇങ്ങനൊരു ദൃശ്യം പശ്ചിമ ബംഗാൾ നേരത്തെ കണ്ടിരുന്നില്ല. അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഭീഷണിയിൽ പേടിച്ച് വിറച്ച് അത്ര ഭയാനകമായ സാഹചര്യത്തിലാണ് മമതയുടെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞുകൂടിയത്. അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യമില്ല. ശ്രീരാമജയം വിളിക്കുവാനായിട്ട് മമത അനുവദിച്ചില്ല. ദുർഗാപൂജ നടത്തുവാൻ വേണ്ടി മമത അനുവദിച്ചില്ല. ആ രീതിയിൽ അടിമുടി വിറച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ 15 വർഷക്കാലം പശ്ചിമ ബംഗാൾ അത്തരത്തിൽ കഴിഞ്ഞ ജനതയ്ക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണ് പുതിയതായി അധികാരമേറ്റിയ സുവേന്ദു അധികാരി സർക്കാർ. അത്തരത്തിൽ മമതാ സർക്കാർ അവിടെ വരുത്തി വച്ച ഇത്തരത്തിലുള്ള അതീവ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്നാണ് അവിടുത്തെ ജനതയ്ക്ക് ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പശ്ചിമ ബംഗാളിലേക്ക് ഇനി ബംഗ്ലാദേശികൾക്ക് നുഴഞ്ഞു കയറുവാൻ കഴിയുകയില്ല. നേരത്തെ ആയിരുന്നുവെങ്കിൽ മമതയുടെ സഹായത്തോടുകൂടി ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയതിനു ശേഷം ഏതാനും മാസങ്ങൾക്കകം തന്നെ ഇവിടെ തിരിച്ചറിയൽ കാർഡും മറ്റും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതിനുശേഷം പൗരത്വം ലഭിക്കുന്നുണ്ട്. ഇവിടെ വോട്ട് ചെയ്യുവാനുള്ള അധികാരം ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ അധികാരാവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ വേണ്ടത്ര യഥേഷ്ടം ഭംഗിയായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഇവിടുത്തെ ഹൈന്ദവ ജനതയ്ക്ക് നേരെ, ഇവിടുത്തെ ഹിന്ദു സ്ത്രീകൾക്ക് നേരെ ബലാത്സംഗവും പീഡനവും ഒക്കെയായി അങ്ങനെ ആഘോഷപൂർവ്വം കഴിയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് അവരെ പിഴുതെറിഞ്ഞിരിക്കുന്നത്. ഇനി 5 വർഷവും കൂടി അജയ്പാൽ ശർമ്മ എന്ന UPയെ കിടുകിട വിറപ്പിച്ച എൻകൗണ്ടർ കിങ്
എന്ന IPS ഓഫീസർ അവിടെ കഴിഞ്ഞുകൂടും, അവിടെ ഉണ്ടാകും, പശ്ചിമ ബംഗാളിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ പശ്ചിമ ബംഗാൾ ഉണ്ടാകുന്നിടത്തോളം കാലം ഇനി അവിടുത്തെ ക്രിമിനലുകൾക്ക് സാധാരണക്കാർക്ക് നേരെ ഒരു കാര്യവും ചെയ്യുവാൻ കഴിയില്ല. അങ്ങനെ ബംഗാളിനെ പൂർണ്ണമായും സംശുദ്ധീകരിച്ചുകൊണ്ട് ഒരു പുതിയ ബംഗാളായി തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് സുവേന്ദു അധികാരി സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവിടെ ആരും തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളോ ക്രിമിനൽ പ്രവർത്തനങ്ങളോ നടത്താൻ അനുവദിക്കില്ല എന്ന വാശിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കേരളത്തിലുമുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് മടങ്ങിയ ബംഗാളികളൊന്നും തന്നെ തിരിച്ചു വരാത്ത സാഹചര്യമാണ്. അവർ പലപ്പോഴും പല മുതലാളിമാരോടും ചോദിക്കുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെയാണ്. അത്തരത്തിൽ ബംഗാളികൾ തിരിച്ചു വരാത്ത സാഹചര്യം പോലും ആദ്യ സമയങ്ങളിലൊക്കെ ഉണ്ടായി. ഇനി വീണ്ടും ബംഗാൾ മാറും. ബംഗാളിൽ പുതിയ തൊഴിലവസരങ്ങൾ തുറക്കപ്പെടും. എങ്ങനെയാണോ ജമ്മു കാശ്മീരിൽ മാറ്റങ്ങൾ ഉണ്ടായതുപോലെ അത്തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഇനി പശ്ചിമ ബംഗാളിലും ഉണ്ടാകുവാൻ പോകുന്നത്. അവിടെ ഇൻഡസ്ട്രിയൽ സിറ്റികൾ ഉണ്ടാകും. ഗുഡ്ഖ കഴിച്ച് പോലും ജീവിക്കുന്ന മനുഷ്യരുടെ നാടായി പശ്ചിമ ബംഗാൾ മാറുകയായിരുന്നു. കൊൽക്കത്തയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം മനുഷ്യരെ കാണുവാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യരെ എല്ലാം മാറ്റി അവർക്ക് അവരുടേതായ തൊഴിൽ ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇവിടെ ഫ്രീ വീസും മറ്റതും കൊടുത്ത് ആൾക്കാരെ മടിയന്മാരാക്കി മാറ്റുകയും അതിലൂടെ സർക്കാരിനെ വെള്ളത്തിലാക്കുവാനായിട്ട് ഖജനാവ് കാലിയാക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരുകൾ ശ്രമിക്കുമ്പോഴാണ് പശ്ചിമ ബംഗാൾ ഒരു പുതിയ പാതയിലേക്ക് മാറുന്നത്, ദേശീയതയുടെ പാതയിൽ. നേരത്തെ പശ്ചിമ ബംഗാളിലെ ബംഗ്ലാദേശിലേക്ക് ചേർത്താലോ എന്ന് പോലും ആലോചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഭീകരവാദികളോടൊപ്പം അവിടുത്തെ മനുഷ്യരെ ചേർത്ത് മാറ്റി നിർത്തുകയും ആ ഭീകരവാദത്തിന് വേണ്ടിയിട്ട് ഇവരെ വായും മൂടിക്കെട്ടിക്കൊണ്ട് ഇവർക്കെതിരെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദികൾക്ക് എന്തൊക്കെ പിന്തുണ കൊടുക്കാൻ പറ്റുമോ ആ പിന്തുണയൊക്കെ കൊടുത്തുകൊണ്ട് മമത അവിടെ പിടിച്ചു നിർത്തുകയായിരുന്നു. പക്ഷേ ഇന്ന് ആ ഭീകരവാദികളെല്ലാം തന്നെ ബംഗ്ലാദേശിലേക്കോ അല്ലെങ്കിൽ നിശബ്ദമായിട്ടോ മാറിക്കഴിഞ്ഞു. എന്തായാലും പശ്ചിമ ബംഗാളിൽ ഇനി ഭീകരവാദത്തിൻ്റെ നാളുകളില്ല. പശ്ചിമ ബംഗാൾ പുതിയൊരു പശ്ചിമ ബംഗാൾ ആകുകയാണ്. നേരത്തെ ബീഹാറിലൊക്കെ ഉണ്ടായിരുന്നത് മാതിരി ഒരു ജംഗിൾ രാജ്, ഒരു ഗുണ്ടാരാജൊക്കെ ആയിരുന്നു പശ്ചിമ ബംഗാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ഗുണ്ടാരാജിൽ നിന്ന് മാറി പഴയ പ്രൗഢിയിലേക്ക് ബംഗാൾ കളം മാറ്റി ചവിട്ടുകയാണ്. ഒരുപക്ഷെ സ്വതന്ത്രാനന്തര സമയത്തോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ബംഗാളിൻ്റെ സമ്പത്ത് മുഴുവൻ വലിച്ചൂറ്റി എടുത്തതിന് ശേഷമുണ്ടായ സാഹചര്യത്തിലേക്ക് അല്ല ബംഗാൾ മടങ്ങുന്നത്. പുരാതന ഭാരതത്തിലെ അത്യുഗ്രനായിട്ടുള്ള വളരെയധികം സമ്പന്നമായിട്ടുള്ള ബംഗാളിൻ്റെ പഴയ പ്രൗഢിയിലേക്ക് ബംഗാൾ തിരിച്ചു പോവുകയാണ്. സ്വാമി വിവേകാനന്ദനും അരവിന്ദ ഘോഷും രാമകൃഷ്ണദേവനും ഒക്കെ വിഭാവനം ചെയ്ത ദേശീയ സംസ്കൃതിയിലേക്ക് ബംഗാൾ തിരിച്ചു പോകുന്നു. അത്തരത്തിലുള്ളൊരു ബംഗാളിനെ വീണ്ടും ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുവാനാണ് അവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും പശ്ചിമ ബംഗാളിൽ ഇനി അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾ ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ OBC സംവരണം അനധികൃതമായി ആർക്കും ലഭ്യമാകുകയില്ല. അവിടെ എന്താണോ നിയമവിധേയമായി നടപ്പിലാക്കുവാൻ കഴിയുന്നത് അതുമാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. അവിടുത്തെ പോലീസ് സംവിധാനം രാജ്യത്തോട് കൂറും മമതയും ഉള്ള ആൾക്കാരായിരിക്കും. അത്തരത്തിലുള്ള പോലീസ് സംവിധാനത്തെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ട് ബംഗാളിൽ ഇന്ന് പോലീസ് ഓഫീസർമാരും സർക്കാരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അജയ് പാൽ ശർമ്മ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ്. കേവലം ഒരു എൻകൗണ്ടർ ഓപ്പറേഷന് വേണ്ടിയിട്ടല്ല അദ്ദേഹത്തെ നിയമിച്ചത്, മറിച്ച് ആ സംസ്ഥാനത്തെ മൊത്തം മാറ്റുവാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഗുണ്ടാരാജ് സംവിധാനത്തെ മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. അത് നടക്കുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.